കുക്കിംഗ് റീൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി രാത്രി തലേദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചൂടായ ഫ്രൈ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചതച്ചത്, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഒരിത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് മൊരിയിച്ചെടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്ന് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കടലയും ഒരു 3.5 തുടങ്ങി 4 ടേബിൾ സ്പൂൺ വരെ തേങ്ങാപ്പീരയും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാലയ്ക്ക് ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.